അഴിമതിക്കാരെ ഇടതു സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെ ഞെട്ടിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006 മുതൽ 2015 വരെ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി നടന്ന കേസിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ പരാമർശം. വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന ഹൈക്കോടതിയുടെ അഭിപ്രായവും സർക്കാരിന് ക്ഷീണമായി. തിരുവനന്തപുരം മുട്ടട കോർപ്പറേഷൻ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തതിലാണ് ഹൈക്കോടതിയുടെ അടുത്ത പരാമർശം. 24 വയസ്സുള്ള പെൺകുട്ടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത് മോശമാണെന്ന് കോർപ്പറേഷനെയും കോടതി ഓർമ്മിപ്പിച്ചു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇന്നു തന്നെ തീരുമാനമെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് ഉത്തരവും നൽകി. BLOമാർക്ക് അധിക ജോലിയും ഭീഷണിയും എന്നതിൽ പ്രതിഷേധിച്ച് ഇന്നലെ BLOമാർ പണിമുടക്കി. കണ്ണൂരിൽ സമ്മർദ്ദവും ഭീഷണിയും കാരണം BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തിരുന്നു. നഗരത്തിലെ സംഘർഷങ്ങൾ പോലീസിന് തടയാൻ കഴിയാത്തതാണ് 19കാരനായ അലൻ കുത്തേറ്റു മരിച്ചതിന് കാരണമെന്ന് ആരോപണം. പോലീസ് കമ്മീഷണർ ഓഫീസിന് വിളിപ്പാടകലെ തിരുവനന്തപുരത്ത് ക്ഷേത്ര പരിസരത്താണ് അലൻ ഇന്നലെ കുത്തേറ്റു വീണത്. 6 പേരടങ്ങിയ അക്രമി സംഘത്തിൽ സ്ഥിരം റൗഡികളും കാപ്പക്കേസ് പ്രതികളുമുണ്ടെന്ന് പറയപ്പെടുന്നു. ശബരിമല സന്നിധാനത്ത് പോലീസ് കൺട്രോളർ R കൃഷ്ണകുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റിയതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനാലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശമനുസരിച്ച് ഈ നടപടി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. വൃശ്ചികം പിറന്നതോടെ ശബരിമല തീർത്ഥാടനത്തിന് തിരക്കേറി. ഇന്നലെയും ഇന്ന് രാവിലെയുമായി ഭക്തരുടെ നല്ല തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇതേസമയം ഇന്നലെ ശബരിമലയിലെത്തിയ അന്വേഷണ സംഘം അന്വേഷണത്തിനും ശാസ്ത്രീയ പരിശോധനയ്ക്കുമായി സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. ഉംറ തീർത്ഥാടകരുടെ ബസ് മദീനയിൽ അപകടത്തിൽപ്പെട്ടതിൽ മരിച്ച 45 തീർത്ഥാടകരും ഹൈദരാബാദ് സ്വദേശികളാണെന്നും മലയാളികളില്ലെന്നും പറയപ്പെടുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 1:30-ക്കായിരുന്നു ദാരുണമായ ഈ അപകടം. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പോസ്റ്റൽ വകുപ്പിന്റെ സ്റ്റാമ്പും റിസർവ് ബാങ്കിന്റെ 100 രൂപ നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. മുടങ്ങിയിരുന്ന പ്രധാന ചടങ്ങുകളിലൊന്നായ ജലജപം 2019-ലാണ് പുനരാരംഭിച്ചത്. ക്യാമ്പസിൽ തനിക്കൊട്ടും സുരക്ഷയില്ലെന്ന കാരണം പറഞ്ഞ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഗവർണർക്ക് കത്ത് നൽകി. കഴിഞ്ഞ ദിവസം VC-യുടെ കാർ തടഞ്ഞ അക്രമികളെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നും VC കത്തിൽ പറയുന്നു. കേരള പോലീസിന് ഇനി AK-203 റൈഫിളുകൾ ലഭിക്കും. AK-47ന്റെ പരിഷ്കരിച്ച മോഡലാണ് AK-203. 1.30 കോടി രൂപ വിലയുള്ള 100 റൈഫിളുകൾ പുതുതായി പോലീസ് സേനയിലെത്തും. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നത് തീരുമാനിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.